Hi all, magic morning. Magic morning. Okay. Magic morning. Magic morning. പറ്റുന്നവരെ വീഡിയോ ഓൺ ചെയ്യാം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? Yes, magic morning. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് സെഷനിലേക്ക് പോവാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ഓസ്റ്റിൻ സാറുടെ സെഷനാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ വിശ്വസിക്കാം, അല്ലെ? സോറി. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളെ വിശ്വസിക്കാം, അല്ലെ? ആ ഒരു ടോപ്പിക് സെൽഫ് ബിലീഫ് എന്നൊരു ടോപ്പിക് ആയിട്ടാണ് ഇന്ന് ഓസ്റ്റിൻ സാർ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ ആയിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. Thank you, Mufida. Thank you so much. Good morning, all. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. Good morning, sir. ഗുഡ് മോർണിംഗ് അഖില. താങ്ക് യു സോ മച്ച്. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാം അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്യാമറയാസേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇതാണ്. എല്ലാവരും അവിടെ ഉണ്ട്, ഉറക്കത്തിലല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് സെൽഫ് ബിലീഫ്? എന്തായാലും ഒരു ടോപ്പിക് മുഫീദ പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് എന്താണ് സെൽഫ് ബിലീഫ് എന്ന് പറഞ്ഞാൽ തോന്നുന്നത്? ആരെങ്കിലും ഒന്ന് രണ്ട് പേര് പറയാവോ എന്താണ് സെൽഫ് ബിലീഫ് എന്ന്? അത് കേട്ടപ്പോ ആ ടോപ്പിക് കേട്ടപ്പോ എന്ത് തോന്നിയെന്നെങ്കിലും പറഞ്ഞാൽ മതി. നമുക്ക് നമ്മളെ കുറിച്ചുള്ളൊരു വിശ്വാസം, നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള നമ്മളെ വിശ്വാസം. യെസ്, എക്സാക്ട്ലി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ഇതിനകത്ത് സെൽഫ് ബിലീഫ് ഉള്ളവരൊക്കെ ഒന്നൊരു എസ് ടൈപ്പ് ചെയ്യാവോ പെട്ടെന്ന്? സെൽഫ് ബിലീഫ് ഉള്ളവര്, ഇല്ലാത്തവര് നോന്നും എഴുതിക്കോ. സ്വയം ആത്മവിശ്വാസം ഉള്ളവര്, നല്ല ആത്മവിശ്വാസമുള്ളവർ എസ് അടിക്കുക. എല്ലാത്തവര്, കുറവുള്ളവര് ഒരു നോ അടിച്ചോ, കുഴപ്പമില്ല. എസും എന്നും ഒക്കെ അടിക്കും. യെസ് സിന്ധു, ഓക്കെ. യെസ് 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 ഓക്കെ. കുറച്ച് പേര്, ബാക്കിയുള്ളവർ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല എന്നാണ്. എനിവേ, ഓക്കെ. ദെൻ നിങ്ങളുടെ ഒന്ന് രണ്ട് പേരെങ്കിലും കൂടി ഒന്ന് അടിക്കാവോ? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് കഴിവിലാണെന്നുള്ളത്? നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ആത്മവിശ്വാസം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സാധനം ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര സെൽഫ് ബിലീഫ് ആണെന്ന് ആരെങ്കിലും ഒന്ന് രണ്ട് പേരും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഏത് കാര്യത്തിലാണ്? ഇപ്പൊ ടീച്ചിങ് ആവാം, ബിസിനസ് ആവാം, മാർക്കറ്റിംഗ് ആവാം, എന്തിലും, ക്ലാസ് എടുക്കുന്നതാവാം. ഏതിലാണ് നിങ്ങൾ സെൽഫ് ബിലീഫ് ഉള്ളതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? അല്ലെങ്കിൽ പറഞ്ഞാലും മതി. ബിസിനസ്, ഓക്കെ. കൃഷ്ണമോഹൻ, താങ്ക് യു. ടേക്കിംഗ് ക്ലാസ്, ഐഫോൺ, ഓക്കെ. അതൊന്നും മനസ്സിലായില്ല. ഉണ്ണീഷൻ സാർ ടീച്ചിങ്ങിന്, ഓ അടിപൊളി, ഓക്കെ, വെരി ഗുഡ്. സ്റ്റിച്ചിങ്, ഓക്കെ. സാർ പ്രീത മേഡാണ്. പറഞ്ഞോളൂ. താങ്ക് യു. അപ്പം വെരി ഗുഡ്. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, ഇല്ലാത്തവർ ആരും പറഞ്ഞില്ല. സെൽഫ് ബിലീഫ് ഉണ്ടാവും, ബേക്കിംഗ്, ഓക്കെ. പിന്നെ താങ്ക് യു. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാണാം എന്താണ് നമ്മുടെ ഒരു സെൽഫ് ബിലീഫ് കൊണ്ട് എന്താണ് അതിന്റെ ഒരു ഗുണം എന്ന് നമുക്ക് കാണാം. എന്നൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണുന്നത് വിചാരിക്കുന്നു. ഓക്കെ, സെൽഫ് ബിലീഫ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു ആർ ഓൾറെഡി ഹാഫ് എ ഡേ. നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ പകുതി വഴി താണ്ടിക്കഴിഞ്ഞു. ഇത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 50% ഡൺ എന്നാ പറയുന്നത്. നമ്മുടെ ഒരു 50% നമ്മുടെ ഗോളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതാണ്. നിങ്ങൾ എല്ലാവരും എസ് എന്ന് പറഞ്ഞു,
ഞാനും മിസ് എന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ പോലുള്ള മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മളെ പോലെ ആവറേജ് ആയി പോകുന്ന പലവരുടെയും പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ തോറ്റു പോകും എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ അലാം അടിക്കുന്നു. സോറി, താങ്ക് യു. സോ നമ്മള് അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ, ഏറ്റവും തകർന്ന് നിൽക്കുമ്പോഴും ലൈഫിൽ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഹെൻറി ഫോർഡിന്റെ വാക്കുകൾ എങ്ങനെയാണ്? വെദർ യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു കാൺ, യു ആർ റൈറ്റ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. വെദർ യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു കാൺ, യു ആർ റൈറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്ത് നിങ്ങൾക്ക് പറ്റുമെന്ന് വിശ്വസിച്ചാൽ അതും ശരിയാണ്, പറ്റൂല എന്ന് വിശ്വസിച്ചാൽ അതും ശരിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണെങ്കിലും ദാറ്റ് ഈസ് റൈറ്റ്. അപ്പൊ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് ഹാഫ് വേ. തദേവസ് റൂസ്വെൽറ്റ് പറഞ്ഞാണ് ബിലീവ് യു ക്യാൻ, യു ആർ ഹാഫ് വേ ദേർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ബിലീഫ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതലൊരു ലിവിങ് എക്സാമ്പിൾ ആയിട്ട് കുറെ ആളുകളുണ്ട് സെൽഫ് ബിലീഫോട് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ. അതിൽ തന്നെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ടോപ്പിക് വന്നപ്പോ തന്നെ വന്ന ഒരാള് നമ്മുടെ ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ് ഇന്ന് എത്തി നിൽക്കുന്ന പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഇപ്പോ ലാസ്റ്റ് ഇറങ്ങിയ ഈവൻ മോഹൻലാൽ പോലും അടുത്ത 2 പടം ഒരു വിജയിച്ചിട്ട് ഭയങ്കരമായിട്ട് കുറെ നാളായി. പക്ഷെ ടൊവി തോമസിന്റെ 2 പടങ്ങള് അധികം ഗ്യാപ്പ് ഇല്ലാതെ 200 crores അടിച്ചു. ഒന്ന് 2018, 2 ഇപ്പൊ ARM എന്ന് പറഞ്ഞ മൂവി, ലേറ്റസ്റ്റ് വന്ന മൂവിയും നന്നായിട്ട് വർക്ക് ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഒരു ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി മാറി എന്നുള്ളതാണ്. പക്ഷെ ടൊവിനോ തോമസിന്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടൊവിനോ തോമസിനെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഒരു പടത്തിലൊക്കെ ഒരു കുഞ്ഞു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാള് കഷ്ടപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയറിയാം. എന്നാലും ആ കുഞ്ഞു വേഷമൊക്കെ ചെയ്യുമ്പോൾ പോലും അതിനെ ഒരുപാട് പേര് വിമർശിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ 2011 ഇതുപോലെ ഒരുപാട് നെഗറ്റീവുകൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കേൾക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ ഷെയർ ചെയ്യാം. ആ പോസ്റ്റ് ഒരു മനുഷ്യന് സെൽഫ് ബിലീഫ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലിവിങ് എക്സാമ്പിൾ ആണ് ഈ പോസ്റ്റ് എന്ന് ഞാൻ പറയും. ഈ പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. ഇന്ന് നിങ്ങൾ ഇത് ഏകദേശം ഇട്ടത് 28 ജൂൺ 2011 1:05 ഇട്ട പോസ്റ്റ് ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ കാണാം, കാര്യം അതിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റില്ലല്ലോ. ഇന്ന് നിങ്ങൾ എന്നെ വിഡ്ഢി എന്ന് പരിഹസിക്കുമായിരിക്കും, കഴിവില്ലാത്തവനെന്ന് മുദ്രകുത്തി എഴുതി തള്ളുമായിരിക്കും. പക്ഷേ ഒരിക്കൽ ഞാൻ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. അന്നു നിങ്ങൾ എന്നെ ഓർത്ത് അസൂയപ്പെടും. ഇതൊരു അഹങ്കാരിയുടെ ധാർഷ്ട്യമല്ല, വിഡ്ഢിയുടെ വിലാപവുമല്ല, മറിച്ച് ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണ്. ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് എന്ത്, ഞാൻ ഒരു നിലയിൽ എത്തും, അന്ന് നിങ്ങൾ എന്നെ ഓർത്ത് അസൂയപ്പെടും. അയ്യോ, ടൊവിനോ തോമസിന്റെ ലൈഫ് എങ്ങനെയാണ്, എന്തൊരു അടിപൊളിയാണ്, എത്ര കാറുകളുണ്ട് എന്നൊക്കെ. അപ്പോ ഒരു മനുഷ്യന്റെ സെൽഫ് കോൺഫിഡൻസ് അവനെ ഏത് ലെവലിൽ എത്തിച്ചു എന്നുള്ളത് ഈ ഒരു വേർഡ്സിൽ തന്നെ അറിയാം. പലപ്പോഴും നമ്മുടെ നിങ്ങൾക്കറിയാം RJ മാത്തുക്കുട്ടി ഫിലിമൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇവനും ഒരേ റൂംമേറ്റ് ആയിരുന്നു. അപ്പൊ പൈസ ഇല്ലല്ലോ, ഇവര് കൊച്ചിയിൽ വന്ന് ഫിലിമിന് വേണ്ടി നടക്കുന്നു, പൈസ ഇല്ല. അപ്പൊ ഒരു ദിവസം ടൊവിനോ തോമസ് ഈ അടുത്തൊരു BMW ബൈക്ക് വാങ്ങി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോ മാത്തുക്കുട്ടി അതിന്റെ താഴെ ഒരു കമന്റ് കൊടുത്തു. എടാ, നിന്റെ പഴയ
ബൈക്ക് ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. കാരണം ആ വണ്ടിയിൽ, ആ ബുള്ളറ്റിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ തള്ളി സ്റ്റാർട്ടാക്കിയിരുന്നതാണ്. അങ്ങനെ സ്റ്റാർട്ടാക്കി ഓടിച്ചോണ്ടിരുന്ന ബൈക്കാണ്. അപ്പൊ അതിൽ അന്ന് ഈ മാത്തുവിന് മാത്രമാണ് ജോലിയുള്ളത്. മാത്തുക്കുട്ടി ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ട്. അപ്പൊ അവന്റെ വണ്ടി ഒരു മിലിറ്ററി ഗ്രീൻ ആണ് അവന്റെ ബുള്ളറ്റ്. അപ്പം ടൊവിനോ തോമസ് പറഞ്ഞിട്ടാ, നല്ല ഭംഗിയുണ്ട് വണ്ടി, എന്റെ വണ്ടി ഇതുപോലെ പെയിന്റ് അടിക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോ മറ്റേ മാത്തുക്കുട്ടി പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് പെരുമ്പാവൂർ ആളുണ്ട്, ഒരു 5000 റുപ്പീസ് കൊടുത്ത് അവർ ഇതുപോലെ മിലിറ്ററി ഗ്രീൻ ആക്കി തരുമെന്ന് പറഞ്ഞു. അപ്പൊ ടൊവിനോ തോമസ് അന്ന് ഇവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എടാ 5000 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് എമൗണ്ട്, വലിയൊരു പൈസയാണ്. കാര്യം ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ 5000 എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ പൈസയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ടൊവിനോ തോമസിനുള്ള വണ്ടികളും എത്രയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളെപ്പോഴും നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ കുറച്ചെങ്കിലും മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ഇത് നേടിയെടുക്കാൻ പറ്റും. മറ്റുള്ളവരെ കളിയാക്കുമ്പോഴും മറ്റുള്ളവരെ നമ്മളെ പരിഹസിച്ച് ഇല്ല എന്ന് പറയുമ്പോഴും നിന്നെക്കൊണ്ട് പറ്റൂലടാ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും ഫിലിം ഇൻഡസ്ട്രി എന്നൊരു എക്സാമ്പിൾ, ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാം. നമ്മുടെ പൃഥ്വിരാജിന്റെ അടുത്ത് ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് നേരെ ചൊവ്വേ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമില് ജോണി ലൂക്കോസ് ചോദിച്ചു, നോക്കി 20 വർഷങ്ങൾക്ക് ശേഷമുള്ള പൃഥ്വിരാജിനെ എങ്ങനെയാണ് കാണുന്നത്? അന്ന് അറിയാലോ, പൃഥ്വിരാജിനെ രാജപ്പൻ എന്ന് പറഞ്ഞ വിളികളോടുകൂടി ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്താണ് പൃഥ്വിരാജിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടിയും അതിനുള്ള റിസൾട്ടും നമുക്ക് അറിയാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. 20 വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമകൾ നിർമ്മിക്കുകയും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കും. അപ്പൊ ഒരാളുടെ ഒരു ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലെ, നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സെക്കൻഡ് പോലെ വെയിറ്റ് ചെയ്യാതെയാണ് പൃഥ്വിരാജ് കൃത്യമായ മറുപടി പറയുന്നത്. അന്ന് ഇതൊന്നും അല്ല പൃഥ്വിരാജ്, അന്ന് മലയാളത്തിൽ മാത്രം അഭിനയിക്കുന്ന ഒരു സാധാ ഒരു നടൻ. പക്ഷെ ഒരു 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ എല്ലാ ലെവലും മൾട്ടി ലാംഗ്വേജസിൽ അഭിനയിക്കുന്ന ഒരു മലയാളി നടനായിട്ട് മാറി. സലാർ, അതായത് നമ്മുടെ KGF പോലെയുള്ള ഫിലിം എടുത്ത ആൾക്കാരൊക്കെ പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയം വന്നു. ഇപ്പൊ ലൂസിഫർ എന്ന് പറഞ്ഞ മൂവിയും ബ്രോഡാഡി എന്ന് പറഞ്ഞ മൂവിയും ഭയങ്കര സൂപ്പർ ഹിറ്റുകളായി. ഇപ്പൊ അടുത്ത മൂവിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുപോലെ പൃഥ്വിരാജ് സുകുമാരൻ പ്രൊഡക്ഷൻസ് എന്ന പേരിൽ എത്രയോ അധികം സിനിമകൾ നിർമ്മിച്ചു, വിതരണത്തിനെടുത്തു. KGF പാർട്ട് 2 ഒക്കെ അവരാണ് വിതരണത്തിന്. അപ്പൊ നമുക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഒന്നും അല്ലാതിരിക്കുമ്പോഴും രാജപ്പൻ എന്ന് പറഞ്ഞ വിളികളും അപമാനങ്ങളും നേരിടുമ്പോഴും എന്താണ് മനസ്സിന്റെ ഉള്ളില് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ലൈഫിൽ സക്സസ് ആവുന്നുള്ളത്. നമ്മളിൽ എത്ര പേർക്ക് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്ന് ആലോചിക്കുന്നതാണ്. ഞാൻ രണ്ടാളെ കൂടി പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തെ അറിയോ? ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പേരെന്താണ്? വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ അറിയാലോ, സ്ക്രീൻ പ്ലേ റൈറ്റർ ആയിട്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത്. അതിനുശേഷം ഇവൻ നെക്സ്റ്റ് പടത്തില് നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന പടത്തില് സ്ക്രീൻ പ്ലേ റൈറ്റർ ആയിട്ട് വന്നു. അതിനുശേഷം ഇതാണ് മറ്റേ പടം, കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന മൂവിയില് ആക്ടറായി ഭയങ്കര ഹിറ്റായി. അപ്പൊ അന്ന് ഇവന്റെ ഷേപ്പ് അറിയാലോ, വലിയ പൊക്കമൊന്നുമില്ല, മീൻസ് അത്യാവശ്യം നല്ല കളറൊന്നുമില്ല. അപ്പോ ഇവന്റെ കൂടെ അഭിനയിച്ച ആൾക്ക് കാലിന് സ്വാധീനമില്ലാത്തവനാണ് ബിബിൻ. അപ്പം ഇവൻ പറഞ്ഞൊരു മധുഭാസ്കർ സാറായിട്ടുള്ള ഇന്റർവ്യൂവിൽ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാറേ, ഞാൻ ഈ ഫിലിമിലൊക്കെ സക്സസ് ആയി വന്നിരുന്ന സമയത്ത് ഒരുപാട് ഇന്റർവ്യൂസ് എന്നെ വിളിച്ചു. എല്ലാ ഇന്റർവ്യൂയിലെയും സുന്ദരിമാരായ ചെറുപ്പക്കാർ എന്നോട് ചോദിക്കുന്നത് വെച്ചാല്, വിഷ്ണു, നിങ്ങൾ ഈ ഷേപ്പും ഈ ഒരു സാധനം വെച്ചിട്ട് സിനിമയിലൊക്കെ എന്തെങ്കിലും ആവാൻ പറ്റുമോന്ന്
നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി മധു സാറിന്റെ അടുത്ത് പറയാം, എന്റെ സാർ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മിമിക്രി അവതരിപ്പിക്കും, മോണാക്ട് അവതരിപ്പിക്കും. എന്റെ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്ത് കൊണ്ടുവരും, വിഷ്ണു സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു, നീ എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ആവും. അപ്പൊ ഞാനും അത് തന്നെയാണ് സാറ് വിശ്വസിച്ചത്. എനിക്ക് സിനിമയിൽ ഞാൻ വരുമെന്നും ഞാൻ ടോപ്പ് ആവുമെന്നൊക്കെ എനിക്ക് ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇന്റർവ്യൂസിന് പോയി ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി, അയ്യോ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ലേ എന്നുള്ളത്. കാരണം തന്റെ കുറവുകളിലേക്കല്ല നോക്കിയത്, മറിച്ച് അവൻ അവന്റെ കഴിവുകളിലേക്കാണ് നോക്കിയത്. ആ ഒരു സെൽഫ് ബിലീഫ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് അവരെയൊക്കെ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് അവരെയൊക്കെ സഹായിച്ചത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാവുന്ന ഒരാളാണ് നമ്മുടെ മലയാളിയായിട്ട് തന്നെയുള്ള നമ്മുടെ ആരാണ്, ആരും അറിയില്ലേ? യൂസഫ് അലി സാർ. ഇദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസ് ഇദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ, ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്താണെന്ന് വെച്ചപ്പോ കുവൈറ്റ് വാർ എന്നാണ്. അപ്പൊ ഗൾഫ് യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാള് അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് വാസ് എ സെൽഫ് കോൺഫിഡൻസ്. അന്ന് UAE പ്രസിഡന്റ് ഒക്കെ വിളിച്ച് സ്പെഷ്യലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ സീക്രട്ട്? ഞങ്ങളൊക്കെ പേടിച്ച് വരച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇവിടുത്തെ ഇത്രയും പണം മുടക്കി ഇത്രയും വലിയൊരു സ്ഥാപനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ഈ യുദ്ധത്തിന്റെ സമയത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തിലും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിലും എന്നിലും വിശ്വാസമുണ്ട്, ഒന്നും സംഭവിക്കില്ല, ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പൊ ആരൊക്കെ സെൽഫ് കോൺഫിഡൻസ് അവരുടെ ലൈഫിൽ കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. സ്ട്രഗിൾസ് ഉണ്ടാവില്ല എന്നല്ല, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷെ ലൈഫിൽ ദാറ്റ് ഈസ് വെരി കോൺഫിഡൻറ്റ്. ഈവൻ എന്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ അപ്പോളോ ടയേഴ്സ് എന്ന് പറഞ്ഞ ടയർ കമ്പനിയിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സെയിം ലൈക്ക് എ ഗവൺമെന്റ് ജോബ് എടുത്തിരുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്താണ് എനിക്ക് ഗൾഫിൽ ഒരു വാക്കൻസി വരുന്നത്. അപ്പൊ അപ്പോളയിൽ ജോലി കിട്ടണമെങ്കിൽ മാത്രം ആളുകൾ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ബ്രൈബ് കൊടുത്തിട്ടാണ് അവിടെ ജോലി കിട്ടുക. കാര്യം ഇറ്റ്സ് നോട്ട് സോ ഈസി ടു ഗെറ്റ് എ ജോബ് ഓവർ ദേർ. അപ്പൊ യൂണിയൻകാർക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് കിട്ടാൻ. കാര്യം അവിടെ വലിയ സ്കില്ല് വേണമെന്നല്ല, പക്ഷെ അവിടെ ജോലി അങ്ങനെ കിട്ടൂല. അപ്പൊ അത്രയും ടഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടുന്നു. ഞാൻ അവിടെ 5 വർഷം 3 വർഷത്തെ എന്താ പറയാ നമ്മുടെ നരകയാതനകൾക്ക് ശേഷം പെർമനന്റ് ആവുന്നു. അവിടെ ജോലി കിട്ടിയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഗൾഫിൽ ഒരു വാക്കൻസി കിട്ടുന്നത്. അപ്പം ഗൾഫിൽ വാക്കൻസി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ പാരന്റ്സ് എന്നോട് പറഞ്ഞ കക്ഷത്തിലുള്ളത് കളഞ്ഞിട്ട് ഉത്തരത്തിലുള്ളത് പിടിക്കാൻ നോക്കരുത് എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് എന്റെ ലൈഫിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു തീരുമാനം എടുത്തു, പോവണം. കാരണം എന്ന് വെച്ചാല് അന്ന് സാലറിനേക്കാൾ ഉപരി എന്നെ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന അപ്പോളോ ടയർസിൽ എന്റെ ജോലി ടയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ടയർ മാനുഫാക്ചറിങ് ആണ്. ഞാൻ ടയർ ബിൽഡറാണ്. അപ്പോ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട്, അതിനകത്ത് ഒരു 3 വർഷം മാറ്റി നിർത്തിയാലും കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഞാൻ സെയിം ജോബാണ് ചെയ്യുന്നത്. എനിക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാനില്ല. എല്ലാ ദിവസവും ടയർ ഉണ്ടാക്കുന്ന ഇറ്റ്സ് എ ഫിസിക്കൽ ജോബ്. നമ്മൾ ഒരു വർക്കറിനെ പോലെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന ഒരു ജോബാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചാൽ എനിക്കൊന്നും ക്രിയേറ്റീവായിട്ട് ചെയ്യാനില്ല, എനിക്കൊന്നും മുന്നോട്ട് പോകാനില്ല. ഇങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ആ ഒരു റിസ്ക് ഏറ്റെടുത്തിട്ട് പോയത്. കാര്യം എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഞാൻ എന്റെ എനിക്കൊരു മൈ സ്റ്റോറിയിൽ ഒരു ചാൻസ് കൂടി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒത്തിരി സ്ട്രഗിളിലൂടെ ഞാൻ കടന്നുപോയി. അത്രയും സ്ട്രഗിളിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും ഞാൻ അത്രയും എന്നെ ചവിട്ടി താഴ്ത്തുമ്പോൾ ഞാൻ എന്നോട് പറയായിരുന്നു, ഐ വിൽ പ്രൂവ് മൈസെൽഫ് ഹു ആം ഐ. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഗൾഫിൽ തന്നെ, ഞാൻ ഈ ജോലിയൊക്കെ കൂടി ഗൾഫിൽ ചെന്ന് എന്റെ ശമ്പളമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ശമ്പളമൊക്കെ കട്ട് ചെയ്ത് ആകെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും ഞാൻ എന്നോട് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു പോരാം. ഞാൻ എന്നോട് പറഞ്ഞു വെച്ചാല്, ഐ വിൽ പ്രൂവ് മൈസെൽഫ് ഹു ആം ഐ. ഞാൻ ആരാണെന്ന് ഈ മനുഷ്യനെ കാണിച്ചു കൊടുക്കും എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് രീതിയിലല്ല, എന്റെ കഴിവ് എന്താണെന്നും ഹൗ ഐ ആം. അപ്പം ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്തൊരു 2 മന്ത്സിനുള്ളിലാണ് എന്റെ സാലറി ഒക്കെ കട്ട് ചെയ്യുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഇയാളെ എങ്ങനെ നശിപ്പിക്കാന്നുള്ളതല്ല, ഞാൻ ഇട്ടിട്ട് പോകുന്നുള്ളതല്ല, ഐ വിൽ പ്രൂവ് മൈസെൽഫ് ഹു ആം ഐ. വിത്തിൻ 3 to 6 months 6 months കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഓസ്റ്റിൻ നിങ്ങൾ വന്നിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞു, സാർ 6 months. 6 മാസമേ ഉള്ളൂ. ഓസ്റ്റിൻ, ഐ ഫീൽ ദാറ്റ് യു കെയിം ഹിയർ അറൌണ്ട് 2 years ബാക്ക്. 2 വർഷത്തെ പരിചയമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് യു ആർ ഡൂയിങ് വെൽ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വീട് വേണോ, കാർ വേണോ?
മീൻസ് ഒരു ഗിഫ്റ്റഡ് ആയിട്ട്. ഞാൻ പറഞ്ഞു പൊന്നു സാറേ വേണ്ട, തിരിച്ചാ കാശ് തന്ന കാര്യം വന്നൊക്കെ അങ്ങനെ പറയാൻ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ എന്റെ കട്ട് ചെയ്ത പൈസ തിരിച്ചു തന്നാൽ മതി, അത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എനിക്ക് ഒരു 2-3 മാസം കൂടി കഴിഞ്ഞപ്പോ ന്യൂ ഇയർ ദിനത്തിൽ എനിക്ക് ഒരു കാർ സമ്മാനിച്ചു. മീൻസ് അവിടെ ഉണ്ടായിരുന്ന കാറാണ് എങ്കിൽ പോലും എനിക്ക് അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, എനിക്ക് ഓൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ആ കാർ എനിക്ക് തന്നു, ബേസ്ഡ് ഓൺ മൈ പെർഫോമൻസ്. അപ്പം നമുക്കൊരു സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരെ നമ്മൾ ഇടിച്ചു താത്താൻ കഴിഞ്ഞാലും നമുക്ക് വി ക്യാൻ കം ഔട്ട് ഫ്രം ദാറ്റ്. അപ്പം യൂസഫ് അലിയും എല്ലാവരും അങ്ങനെ ചെയ്തതാണ്. അപ്പൊ നമ്മള് എങ്ങനെയാണ് നമുക്ക് സെൽഫ് ബിലീഫ് വരുത്താൻ പറ്റുക? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. എങ്ങനെയാണ്, നിങ്ങളൊന്ന് പറയാമോ, എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ബിലീഫ് കൂട്ടാൻ പറ്റുക? നിങ്ങളൊക്കെ സെൽഫ് ബിലീഫ് ഉള്ള ആൾക്കാരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ബിലീഫ് കൂട്ടാൻ പറ്റുക? നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. കഴിവുകൾ വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരെങ്കിലും കുറച്ചും കൂടി നമുക്കിപ്പോ ഒരു ഡൗട്ടൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളിപ്പോ നമുക്ക് അറിയാം ഇത് അതാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷെ നമുക്കൊക്കെ ഡൗട്ടൊക്കെ തോന്നുമ്പോ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുക? കഴിവുകൾ വിശ്വസിക്കാന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ഡൗട്ടൊക്കെ തോന്നുന്നല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെ അവരുടെ സപ്പോർട്ട് തേടുകയോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കുകയോ ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ് പോയിന്റ്. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഈ സ്റ്റോറീസ് ഒക്കെ വായിക്കുകയും അതിനെക്കുറിച്ച് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വേറെ ആരും ഒന്നും പറയാനില്ലേ? ഒരു അഖിലയും ശൈലാമാമ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മള് പോസിറ്റീവ്, ദാറ്റ്സ് എ പവർഫുൾ തിങ്. Now practice self-affirmation. Remind yourself of your strength and achievement. It is a very good tool. ശ്രീഷ്മ പറഞ്ഞതുപോലെ നമ്മൾ എന്താ പറയുക, നമുക്ക് എത്ര ഡൗട്ടായിട്ട് നിൽക്കുന്ന സമയത്തും നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ നമ്മളിൽ വല്ലാത്തൊരു എനർജി വന്നെന്നറിയുന്നതായിട്ട് തോന്നുന്നു. ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഞാൻ ജിമ്മിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വർക്കൗട്ടിനൊക്കെ പോണ സമയത്ത് ഇനീഷ്യലി ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു 40-ാമത്തെ വയസ്സ് വരെ ഞാൻ ജീവിതത്തിൽ വർക്കൗട്ടേ ചെയ്തില്ല, ഒരു സ്പോർട്സിനും ഞാൻ പോയിട്ടില്ല, ഒരു വെയിറ്റ് പോലും എടുത്തിട്ടില്ല. നമ്മൾ അങ്ങനെ വലിയ ഹാർഡായിട്ടുള്ള ജോലികളും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഈ ജിമ്മിലൊക്കെ പോയ സമയത്ത് നമുക്കൊക്കെ ആഗ്രഹമാണ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം, ആളുകളൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും എനിക്കൊരു ഡൗട്ടോ പെയിൻ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും ഐ ആം പവർഫുൾ, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ആം പവർഫുൾ, ഐ ക്യാൻ ഡു ഇറ്റ്. ഭയങ്കര റിസൾട്ടാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേദനയോ ഡൗട്ടോ അല്ലെങ്കിൽ സംഭവം വരുന്ന സമയത്ത് യു ജസ്റ്റ് യുവർ സെൽഫ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഐ ആം പവർഫുൾ, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ആം എനഫ്, ഐ ക്യാൻ ഡു ഇറ്റ്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. അത് മനസ്സിൽ പറയാം, അതല്ല നിങ്ങളത് ഉച്ചത്തിൽ കണ്ണടയിൽ നോക്കിയിട്ടൊക്കെ പറയാൻ പറ്റി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ആ ഒരു ഓറ തന്നെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വെരി പവർഫുൾ മെത്തേഡ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് കുഞ്ഞു ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത് അച്ചീവ് ചെയ്ത സമയത്ത് നമുക്കൊരു ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു എന്താ പറയാ വലിയൊരു ബുക്ക് എഴുതണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിച്ചു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പേജ് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ഒരു പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനൊരു ഗോൾ സെറ്റ് ചെയ്യുക. ബുക്കുകൾ വായിക്കണം എന്നാണെങ്കിൽ നിങ്ങളൊരു ബുക്ക് വായിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്താൽ എത്രയൊക്കെ സെറ്റ് ചെയ്യണം? ഒരു പേജ് വായിക്കും. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെറ്റ് സ്മോൾ ഗോൾസ്. അതല്ല ഇപ്പൊ നിങ്ങൾക്ക് 1 കോടി രൂപ സമ്പാദിക്കേണ്ടതാണ്, പക്ഷെ നിങ്ങൾ എഴുതാം ഓക്കെ ഈ മാസം ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു 1000 rupees എക്സ്ട്രാ സമ്പാദിച്ചിരിക്കും, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. സോ വെൻസ് യു അച്ചീവ് ദാറ്റ് ഗോൾസ് യുവർ സെൽഫ് കോൺഫിഡൻസ് വിൽ ഇംപ്രൂവ്. മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലേൺ ഫ്രം യുവർ ഫെയിലിയേഴ്സ്. തോൽവികളെ പോലെ അധ്യാപകരായിട്ടുള്ള വേറെ ആരും ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ തോൽവികളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തോൽവികൾ നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. ഇത്രയും തോറ്റവന് ഇനി എന്ത് തോക്കാൻ, ഇത്രയും തോറ്റവന് ഇനി ഒന്നും മുന്നോട്ട് എന്താ പറയുക ചിന്തിക്കാനില്ല. നമ്മുടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തില് വളരെ റിയൽ ആയിട്ടൊരു സംഭവം നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്കറിയാം 3 feet away ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതായത് ഒരാളും അദ്ദേഹത്തിന്റെ അമ്മാവനും കൂടിയിട്ട് ഒരു സ്ഥലം വാങ്ങുന്നു, അവിടെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് എക്യുപ്മെന്റ്സ് വരുന്നു. ഈ 2 പേരും ഒരുപാട് എക്യുപ്മെന്റ്സും ഇതൊക്കെ കൊണ്ടുവന്ന്
അത് മൈൻഡ് ചെയ്തു തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ അയിര് കണ്ടു. പക്ഷെ പിന്നീട് കുഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വർണം കിട്ടുന്നില്ല. കുറേ കുഴിച്ചു. ഇദ്ദേഹത്തിന്റെ പൈസ ഇല്ല. കാര്യം സ്വർണം കിട്ടിയാലാണല്ലോ വിറ്റിട്ടേ പൈസ കിട്ടുള്ളൂ. ഇദ്ദേഹം ബന്ധുക്കളുടെ നാട്ടുകാരുടെ ഒക്കെ പൈസ വാങ്ങി. വീട്ടുകാരെ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ഈ അമ്മാവൻ ആണ് ഇത് ചെയ്യുന്നത്. അമ്മാവന്റെ കൂടെ ഇദ്ദേഹവും ഒരു ഡബ്രി എന്ന് പറഞ്ഞ ഒരാൾ, ഇദ്ദേഹവും പൈസ കുറെ ഇട്ടു. അവസാനം എന്താ പറയാ, പ്രോജക്റ്റ് ഇവർ ഉപേക്ഷിക്കുകയാണ്. സ്വർണം കിട്ടാണ്ടായപ്പോ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയാണ്. അപ്പൊ പ്രോജക്റ്റ് ഉപേക്ഷിക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം കിട്ടിയ വിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ അമ്മാവൻ വിറ്റ് കളയുന്നു. ലാൻഡും എക്യുപ്മെന്റും ഒക്കെ വിറ്റ് കളയുന്നു. മേടിച്ച ആൾ എന്താന്ന് വെച്ചാല് ഒരു ജിയോഗ്രാഫിക് ആളെ കൊണ്ടുവന്ന്, പുള്ളി അയ്യോ ഇത് ഇത്രയും പ്രശ്നങ്ങളുള്ളല്ലോ, അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നോക്കി. അദ്ദേഹം ഈ മറ്റേ അമ്മാവന് ഈ ഒരു ഐഡിയ തോന്നിയില്ല. ഇവരൊരു ജിയോഗ്രാഫിക് ആളെ കൊണ്ടുവന്ന് ഇതിനകത്തൊരു റിസർച്ച് മീൻസ് ഈ മണ്ണ് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു 3 അടിയും കൂടി താത്തിയ സ്വർണത്തിന്റെ വലിയൊരു ശേഖരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പുതിയ മേടിച്ച ആള് ഈ 3 അടി താത്തുകയും സ്വർണത്തിന്റെ അയിര് കിട്ടുകയും അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറുകയും ചെയ്തു. ചുളു വിലക്ക് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പൊ ഈ ഡബ്രി എന്ന് പറഞ്ഞ ആള് ഓൾറെഡി പൈസ കുറെ നഷ്ടപ്പെട്ടു. കുറെ ആൾക്കാരെ കടം മേടിച്ചിട്ടുണ്ട്. അമ്മാവനെ വിശ്വസിച്ച് അമ്മാവനും കൊടുത്തു, ഇദ്ദേഹവും നന്നു. അപ്പൊ പിന്നെ ഇയാള് ഇറങ്ങിയത് ഇൻഷുറൻസ് ബിസിനസ്സിലേക്കാണ്. അപ്പൊ തോറ്റു തൊപ്പിട്ടല്ലോ ഇവിടെ, ഇത്രയും കാശ് പോയി. ഇൻഷുറൻസ് ബിസിനസ്സിൽ ഇദ്ദേഹം ഒരു ക്ലയന്റിനെ ചെന്ന് കണ്ട് അദ്ദേഹം നോ പറയുമ്പോൾ ഇദ്ദേഹം മനസ്സിൽ പറയും 3 feet away from God. ഞാൻ തിരിച്ചു പോരൂല. കാരണം 3 അടി അകലെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സ്വർണത്തിന്റെ വലിയ നിക്ഷേപം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പിന്നോട്ടില്ല, ഞാൻ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ ഒരു ക്ലയന്റ് എത്ര പ്രാവശ്യം നോ പറഞ്ഞാലും ആ ക്ലയന്റിനെ പിന്നെയും പോയി കാണുവാനും അതുവരെ കൺവിൻസ് ചെയ്യാനും ഇൻഷുറൻസ് എടുക്കാനും ശ്രമിച്ച് അദ്ദേഹം ആ കാലത്ത് ഇൻഷുറൻസ് വിറ്റ് വലിയൊരു മില്യണർ ആയിട്ട് മാറി. അതിനെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സഹായിച്ചത് എന്താണ്? ഈ ഒരു വലിയ തോൽവിയായിരുന്നു. തോൽവി എന്ന് പറഞ്ഞാൽ ചെറിയ തോൽവി ഒന്നല്ലല്ലോ, വമ്പൻ തോൽവിയായിരുന്നു. അപ്പൊ നമ്മള് എന്ത് ഫെയിലിയേഴ്സിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ പല ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്, ഇഫ് യു വാണ്ട് ഇൻക്രീസ് യുവർ സക്സസ് റേറ്റ്, ട്രൈ ടു ഇൻക്രീസ് യുവർ ഫെയിലിയേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളെ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയങ്ങളെ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ 4ാമത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സറൗണ്ട് യുവർസെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നിങ്ങളുടെ ചുറ്റും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങളെ കൂടെ കൂട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന്റെ ബി മാജിക് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. എന്താ പറയാ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സെഷൻസ് കിട്ടുന്നു, മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നു, ആ ഗോൾ എഴുതാനും അത് ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങളുടെ ടീം ലീഡേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബുള്ള ആൾക്കാരെ നിങ്ങളുടെ കൂടെ കിട്ടുക എന്നുള്ളതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ വിജയം നിങ്ങൾ തന്നെ കാണുക. സെൽഫ് കോൺഫിഡൻസ് കൂടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അതാണ്. അഫർമേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വിജയിക്കുന്നതായിട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ സക്സസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സെൽഫ് ബിലീഫ് ഇല്ലാതെ മുന്നോട്ട് പോകുക, ജീവിതത്തിൽ വിജയിക്കുക അസാധ്യമാണ്. അപ്പോൾ ആ സെൽഫ് ബിലീഫ് നമ്മളിലുള്ളവരുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് കൂട്ടാനോട്ടുള്ള ഒരു 4-5 മാർഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പം ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓവർ ടു മുഫീദ. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. അപ്പം സെൽഫ് ബിലീഫിനെ കുറിച്ച് നല്ലൊരു സെഷൻ തന്നെ ഓസ്റ്റിൻ സർ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സർ ഷെയർ ചെയ്ത കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ സെഷന്റെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പം ആരാണ് ഫസ്റ്റ് റെഡി ആയിട്ടുള്ളത്? എനിക്ക് ഒന്നെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ആരാണ് ഫസ്റ്റ് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ വരുന്നത്? ഗുഡ് മോർണിംഗ് സാർ. ഹായ് മാജിക് മോർണിംഗ്. പറയൂ. ഹലോ. പറഞ്ഞോളൂ. ഹലോ അഖില മാം പറഞ്ഞോളൂ. സാർ നല്ല ക്ലാസ് ആയിരുന്നു സാർ. ലാസ്റ്റ് ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ബാക്കിയുള്ളവർ പറഞ്ഞോളൂ, ഞാൻ ഇട്ടോളാം.
സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ആ പോയിന്റ്സ് ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുന്നുള്ളൂ. ടൊവിനോയുടെ ഒക്കെ കാര്യം വെച്ചിട്ട് സാർ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ കാര്യങ്ങളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവാനായിട്ട് പെട്ടെന്ന് പറ്റും. താങ്ക് യു സാർ, നല്ല ക്ലാസ്സാണ്. താങ്ക് യു സോ മച്ച്. സാറിന്റെ ക്ലാസ് എന്നും നല്ല ക്ലാസ് ആണ്. സാറിന്റെ സൗണ്ട് ഒരു പ്രത്യേകത ഉണ്ട് തോന്നുന്നത്. പെട്ടെന്ന് ഓരോരുത്തർക്കും ഓരോ ക്ലാസ്സുകൾ ഇഷ്ടമല്ല. എനിക്ക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലോട്ട് പെട്ടെന്ന് കേറും സാറ് പറയുന്ന കാര്യങ്ങള്. താങ്ക് യു താങ്ക് യു അഖില. സാർ. Okay, thank you, Akila ma'am. Thank you so much. Sindhu ma'am. ഹായ് മാജിക് മോർണിംഗ് ഓസ്റ്റിൻ സാർ. അഖില പറഞ്ഞതുപോലെ തന്നെ എനിക്കും സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ സാറ് പറഞ്ഞതുപോലെ സെൽഫ് ബിലീഫ്, ഞാന് സത്യം പറഞ്ഞ ഈ ഒരു ബി മാജിക്കിലേക്ക് വരുന്നതിന് മുമ്പ് വരെ അത് ഇല്ലാത്ത ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇതില് വന്നതിന് ശേഷമാണ് നമ്മൾ അതിലോട്ടൊക്കെ മാറാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി നമ്മളെ കൂടെ ഉണ്ടാവുക പറഞ്ഞത് ഏറ്റവും നല്ലത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറെ ആളുകള്, അതുപോലെ നമ്മൾ നല്ല നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ, ഇപ്പൊ സാറുമാരൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ എന്തായാലും മറ്റുള്ളവരുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിജയിച്ച ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതും നമ്മളെ മനസ്സിലേക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന പോലത്തെ കുറെ അനുഭവങ്ങൾ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും മെയിൻ എനിക്ക് സ്വയം ബിലീഫ് വന്നിട്ടുള്ളത് ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷം. ഞാൻ ബി മാജിക്കിനോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല നല്ല വിഷയങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന സാറന്മാരോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സാറേ. താങ്ക് യു. താങ്ക് യു. Okay, thank you, Sindhu ma'am. Thank you so much. Unikrishnan sir. ഹലോ, മാജിക് മോർണിംഗ്. വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. എല്ലാ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ്, മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഇന്ന് സെൽഫ് ബിലീഫിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനും ഇതുപോലെ ചെയ്യാറുണ്ട് സാറേ. അതായത് നമുക്ക് ഒരുപാട് ടെൻഷൻ വരുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കില്ലല്ലോ. ചിലപ്പോ നമ്മുടെ മൈൻഡ് ഒന്ന് കൺട്രോൾ വിട്ടു പോകുന്ന ആ ഒരു സമയത്ത് ഞാനതിനെ ഓവർകം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് കാരണം നമ്മൾ വിജയിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്ത് നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ജോലി കിട്ടി ഉള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സ്വയം ഇമാജിൻ ചെയ്യാറുണ്ട്. അത് നല്ല ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഭയങ്കര ഒരു ടെൻഷൻ വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ആ ചിന്തകൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇത്. അതായത് കൂടുതലും കുറെ ഇന്നൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതും അതിങ്ങനെ സ്വയം ഇമാജിൻ ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വേറെ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ആ ഒരു ടെൻഷൻ മാറിക്കിട്ടും. നമ്മള് അപ്പുറമായിരിക്കും അതിന്റെ റിസൾട്ട്. അത് നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങനെ മാറിക്കിട്ടാറുണ്ട്. അത് ഏതൊരു തരത്തിലുള്ള ടെൻഷൻ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. വേറെ കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു ക്ലാസ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. Thank you, Preeta ma'am. Thank you so much. Okay. അപ്പം ഇതില് പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തവരുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. സാർ, പ്രതീക്ഷിച്ചിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. കുറെ നാളുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു സാറേ എടുത്തത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. Thank you, Shiny ma'am. Thank you so much. Shadin sir.
മാജിക് മോർണിംഗ് മാജിക് സാർ. ഹായ്. സൂപ്പർ ക്ലാസ് ആയിരുന്നു. സൂപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും എനിക്ക് ഒരു പോയിന്റ് തോന്നിയത് ആ സിനിമാ നടൻ നമുക്ക് അങ്ങനെ കയറി കയറി വരികയാണ് ഓരോ പ്രാവശ്യം. അപ്പോഴാണ് അവർക്ക് ഒരു ബ്രേക്ക് വരുന്നത്. ആ ഒരു ചോദ്യം, ഈ ഭംഗി വെച്ചിട്ട് ഈ രൂപം വെച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്, എല്ലാ ആളുകൾക്കും വരുന്ന ഒരു സംഭവമാണ് ശരിക്കും. നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഭംഗി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതാണ് ശരി എന്ന് വിചാരിച്ച് പോകുമ്പോ ശരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയാണ് അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് അവർക്ക്, ഞാൻ ഈ പോകുന്ന വഴി ശരിയാണോ എന്നുള്ളത്. ഏത് രീതിയിലായാലും നമ്മളിപ്പോ ഒരു ചീത്ത രീതിയിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. അവര് അത് ശരിയെന്ന് വിചാരിച്ച് അവനെ പ്രോത്സാഹിപ്പിച്ച് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് ഇതാണോ നിന്റെ വഴി എന്ന് ചോദിക്കുന്നിടത്താണ് അവന്റെ മാറ്റം തുടങ്ങുന്നത്. അപ്പൊ അത് വലിയൊരു പോയിന്റ് ആണ്. അപ്പൊ ഏത് തരത്തിലുള്ള ആളായിക്കോട്ടെ, ഒരു നല്ല രീതിയിൽ നടക്കുന്ന ഒരാളെ ചീത്തയാക്കാനും ഈ കമ്മ്യൂണിറ്റിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അതിലാണ് ആ സെൽഫ് കോൺഫിഡൻസിന്റെ ആ ഒരു റോൾ വരുന്നത്. അവിടെ ഞാൻ ഇതല്ല, എന്റെ ശരി ഇതാണെന്നുള്ള ഒരു കോൺഫിഡൻസ് വരുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. ദിവ്യ ഹാൻഡ് റൈസ് ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് എന്താ പറയുക, എക്സാമ്പിളുകളെല്ലാം പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ ഞാനും ഈ ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ സിനിമ ഇതുപോലെ ഫ്ലോപ്പ് ആയിട്ട് പിന്നീട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് വലിയൊരു മാറ്റമാണ് അദ്ദേഹത്തിന് അതായത് വന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് കാണാറുണ്ട്. നമ്മള് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥകൾ വരും. അപ്പോ ചിലപ്പോ ഒക്കെ നമ്മൾ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ലഭിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ, അതായത് വിജയിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോഴും നമുക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാറുണ്ട്. എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു, അപ്പൊ ഇതും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നമ്മളിൽ വരും. അതുപോലെ സാറ് പറഞ്ഞ ഓരോ പോയിന്റുകളും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സെൽഫ് അഫർമേഷൻസ് പറയുക എന്നുള്ള കാര്യം വളരെ പ്രാവർത്തികമാണ്. എനിക്ക് മിക്കപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ എഴുതും ഇന്നതാണ്, അതുപോലെ പണ്ട് എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഒക്കെ നമ്മളുടെ മനസ്സിലൂടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക്സ് a lot. താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റ് ചെറിയൊരു എക്സ്പീരിയൻസ്, അതായത് ഈ ഒരു നമ്മള് മെന്റലി ഡൗൺ ആവുന്ന സമയത്ത് ഈ സ്ട്രഗിൾ ചെയ്ത് പോന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇങ്ങനെ ചെയ്തപ്പം എന്റെ സെൽഫ് ബിലീഫ് ഇങ്ങനെയായി പോയി എന്നുള്ള ആ ഒരു സ്റ്റോറി, ചെറിയൊരു ഇത് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്. ശ്രീഷ്ണ മാം. സാറ് ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ സ്ട്രൈക്കായ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു ചെറിയൊരു പോയിന്റ് ഞാൻ പറയാം. എനിക്ക് ജോബ് കിട്ടുന്നത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ത്രൂ ക്യാമ്പസ് ഇന്റർവ്യൂ ആണ് ഞാൻ പ്ലേസ് ആയത്. പക്ഷെ നമ്മുടെ കോളേജിലെ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ വളരെ മിഡിലിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ കുറെ പേര് അതിൽ അവരുടെ കോളേജിന് ഒരു കൗണ്ട് കൂടിയതുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ പല സ്റ്റാഫും എന്നെ അപ്രിഷിയേറ്റ് ചെയ്തപ്പോൾ എടുത്തു പറഞ്ഞു ലക്കിൽ കയറിപ്പോയില്ലേന്ന്. അതെന്റെ ഒരു കോൺഫിഡൻസ് വല്ലാണ്ട് ഒരു ഡൗൺ ആക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ എനിക്ക് കഴിവുണ്ടായിട്ടല്ല, എന്തോ ലക്കിന് അവരെന്നെ എടുത്തു. അങ്ങനെയായിരിക്കും അവരാ ഉദ്ദേശം തോന്നുന്നു. അത് ഒരു പേരല്ല, കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞപ്പം എനിക്കന്നത് ഭയങ്കര ഫീൽ ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് പോസിറ്റീവ് അഫർമേഷൻ ഇങ്ങനെ ചിന്തിക്കണതൊന്നും അറിയില്ല. പിന്നെ ഞാൻ കുറെ ഇരുന്ന് ചിന്തിച്ചു, അങ്ങനെ വെറുതെ ഒരാളെ എടുക്കും, അത് ഇങ്ങനെ ഒരു ടോപ്പ് MNC കമ്പനി അങ്ങനെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോ അന്ന് ഇവർ ഇരിക്കട്ടെ എന്ന് ഓർത്ത് എടുക്കില്ല. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെ എനിക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടെങ്കിലല്ലേ എടുക്കുള്ളൂ. അപ്പൊ ഞാൻ തന്നെ പിന്നെ കുറെ വർഷം ഇരുന്ന് ആലോചിച്ച് അതിലൊരു 3 റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഓരോ റൗണ്ടും ക്ലിയർ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ടതായിരുന്നു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ വായിക്കുമായിരുന്നു. വായിക്കുന്ന ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് വായിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ അന്ന് ആ ഇന്റർവ്യൂവിൽ ഞാൻ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്തിയപ്പം വേറെ നാണക്കേടൊന്നും വിചാരിക്കാതെ നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചു എന്ന് എനിക്ക്
തന്നെ ഒരു കോൺഫിഡന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിലാണ് എന്നെ എടുത്തതെന്നുള്ളത് ഞാനിപ്പോ സ്വയം അത് തന്നെ സെൽഫ് ബിലീഫ് ചെയ്ത് ഞാൻ അതിന് എലിജിബിൾ ആണ്, അതുകൊണ്ടാണ് എന്നെ അതിൽ സെലക്ട് ചെയ്തതെന്ന്. അത് കുറച്ച് കാലം എടുത്തു, ആ ഒരു ടൈമിൽ മനസ്സിലായില്ല, പിന്നീട് അത് മനസ്സിലായി, അതിന്റെ ചേഞ്ചസ് വന്നു. സാറ് അത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. താങ്ക് യു സർ. താങ്ക് യു ശ്രീഷ്മ മാം. ലൈക്ക് പലപ്പോഴും ഈ കോളേജിലൊക്കെ ഫസ്റ്റ് കിട്ടുന്ന മാർക്ക് കിട്ടുന്ന കുട്ടികളൊക്കെ ജീവിതത്തിൽ വളരെ പിന്നോട്ട് പോകാറുണ്ട്. ഇതിന്റെ റീസൺ എന്ന് വെച്ചാല് എന്താ പറയാ, നമ്മളെ ഇപ്പൊ ഞങ്ങളൊരു കമ്പനിയാണ്, നമ്മളും കുറെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അക്കാദമിക് സ്കോർസ് അല്ല ഒരിക്കലും ഒരാളുടെ ജീവിത വിജയം നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും എന്താ പറയാ, നമ്മളൊന്നും വലിയ ക്ലാസ്സിലെ ഫസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഫസ്റ്റ് 10-ലൊന്നും വരുന്ന ആൾക്കാരായിരുന്നില്ല. പക്ഷെ നമുക്ക് എപ്പോഴാണ് നമ്മൾ നമ്മളുടെ കഴിവുകൾ തിരിച്ചറിയുന്ന കാര്യം, ഗോഡ് ഹാസ് ഗിവൻ ട്രെമൻഡസ് എന്താ പറയാ കഴിവുകളാണ് നമ്മൾ ഓരോ വ്യക്തിയിലും ഇൻക്ലൂഡ്. നമ്മൾ പൊട്ടനെന്ന് വിചാരിക്കുന്നവന് പോലും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അവൻ അത് കണ്ടെത്തുന്നില്ല, ആ ട്രഷർ കണ്ടെത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രോബ്ലം. താങ്ക് യു സോ മച്ച് ശ്രീഷ്മ ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. താങ്ക് യു ശ്രീഷ്ണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം കേട്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കാരണം ടൈം ആയിട്ടുണ്ട്. സലീം സർ. ഹായ്, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഓക്കെ, സാർ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ട്രഷറെ കണ്ടെത്താന്നുള്ളത്. സോ അതിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? അതിലേക്ക് എങ്ങനെ എത്തിപ്പെടും? നമ്മളെ ഓരോ വ്യക്തിയിലേക്കും ഒരു ട്രഷേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പലരും പറയാറുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു വ്യക്തി എത്താൻ പറ്റുക. ദാറ്റ്സ് ഫൈൻ. അതിന് നമുക്ക് എന്ത് വേണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ആ ഒരു നീഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രഷർ കണ്ടെത്താൻ പറ്റുള്ളൂ. പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് അറിയുള്ളൂ. ഞാനിപ്പോ പലപ്പോഴും ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ ഗോൾ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതെന്ന്. കാര്യം നിങ്ങളിലെ എന്ത് വേണമെങ്കിലും അതിനുള്ള ട്രഷർ നിങ്ങളുടെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തേണ്ടത്. അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ തുടങ്ങും. പിന്നെ നമുക്ക് ഒരു 3-4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങള് ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ കഴിവുള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒന്നാമത്തെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എത്താൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം വാട്ട് യു ലവ് ടു ഡു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്? അത് ജോലിയാവാം, ബിസിനസ് ആവാം, പാട്ട് പാടുന്നതാവാം, ഡാൻസ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഗുഡ് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും അതിനകത്ത് കഴിവ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? യെസ്, ഇക്കിഗൈ 5 പോയിന്റ്സ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കണം. കഴിവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് സാധനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് 1/2 മണിക്കൂർ പാട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇപ്പൊ ഒട്ടും പാടുന്നില്ലെങ്കിൽ പോലും ഞാൻ എഴുതി തരാം, വിത്തിൻ എ ഇയർ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പാടാൻ പറ്റും. അത് നിങ്ങളൊരു 10,000 hours നിങ്ങൾ കണ്ടിന്യൂസ് വെച്ചാൽ എവറി ഡേ വിത്തൗട്ട് ബ്രേക്ക് ഒരു 1/2 hour നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യു വിൽ ബി എ വെരി ഗുഡ് സിംഗർ. ഒരു ഡൗട്ടും ഇല്ല കാര്യം. ഞാനൊക്കെ ഇപ്പൊ പാട്ട് പാടും. ഇപ്പൊ ഇന്നാള് ഞാനൊരു പ്രോഗ്രാമിലൊക്കെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോ, മീൻസ് ഒരു കവിത പോലൊക്കെ പാടിക്കഴിഞ്ഞപ്പോ അവര് ഞാൻ പറഞ്ഞു, പോസ്റ്റൻ സാറൊക്കെ പാടുന്നല്ലേ, നമ്മൾ ജന്മത്ത് പാടില്ലേ. കാര്യം ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നോട് പറയും, പോസ്റ്റനെ നീ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ ബാക്കിയുള്ള പിള്ളേരെ പാട്ട് തെറ്റൂലായിരുന്നു. അന്ന് പാട്ട് നിർത്തിയതാ. പക്ഷെ പിന്നീട് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കവിതയൊക്കെ പാടി തുടങ്ങി. സോ ദാറ്റ്സ് സെയിം. മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പൈസ കിട്ടുമോ എന്നുള്ളതാണ്, നിങ്ങളുടെ ഈ ഒരു കഴിവുകൊണ്ട്. അപ്പൊ ആ കഴിവുകൊണ്ട് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ ചോദ്യം, ലോകത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന്. അപ്പൊ ഇതുപോലെ നമ്മളൊരു പാഷൻ കണ്ടെത്തി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ട്രഷേഴ്സ് ഒക്കെ നിങ്ങൾ പോലും അറിയാതെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതും പിന്നെ നമ്മൾ തന്നെ നമ്മളോട് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ശ്രീബുദ്ധന്റെ ഒക്കെ കഥ പറയുമില്ലേ, ശ്രീബുദ്ധൻ സമാധാനം നേടി ലോകം മുഴുവൻ അലഞ്ഞു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു മരത്തിന്റെ കീഴിലിരുന്ന് സ്വയമായിട്ട് ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഹി ഫൈൻഡ് സംതിങ് എൽസ്. അങ്ങനെയാണ് പുള്ളി ജ്ഞാനിയായിട്ട് അല്ലെങ്കിൽ വിജ്ഞാനിയായിട്ട് മാറി. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ അത്രയും ടോപ്പ് ആവാത്തതിന്റെ റീസൺ നമ്മൾ നോക്കുന്നത് മുഴുവൻ മറ്റുള്ള ആളുകളിലും പുറമേലേക്കാണ്. വെൻ വി സ്റ്റാർട്ട് ലുക്കിംഗ് ഇൻ അവർ സെൽഫ്, ഞാൻ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ കാണാൻ പറ്റും. നമുക്കതൊരു ഡീറ്റെയിൽ ടോപ്പിക്കാണ്. പിന്നെ എപ്പോഴെങ്കിലും കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് വേണമെങ്കിൽ അതിനെ കുറിച്ച് ക്ലാസ് എടുക്കാം. താങ്ക് യു സർ. ഓക്കെ, സലീം സാർ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ
നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Mind it. ഓക്കെ. അപ്പം ഇന്ന് ഈ സെൽഫ് ബിലീഫിനെ കുറിച്ചൊരു സെഷൻ എടുത്ത ഓസ്റ്റിൻ സാറിനും അതുപോലെ ഈ സെഷനിൽ നിങ്ങൾ പങ്കെടുത്തു, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തു, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you all. Thank you. Bye bye.